ദിയയുടെ അവസ്ഥയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ ഒരു വീഡിയോ ചെയ്തിട്ടിരുന്നു താരം. സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയാണ് ഇത്തരം വാർത്തകളെല്ലാം ദിയ പൊതുവെ പങ്കുവയ്ക്കാറുള്ളത്. കുറേയധികം നാളുകളായി പ്രേക്ഷകരെല്ലാവരും കാണണമെന്ന് ആഗ്രഹിച്ച ഒരു വീഡിയോ ആയിരുന്നു എൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ വീഡിയോ. കുറേയധികം നാളുകൾക്ക് മുൻപാണ് ഞാനൊരു ക്വസ്റ്റ്യൻ ആൻസർ ഇട്ടത്. അന്ന് ഒരുപാട് റിക്വസ്റ്റുകൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എൻ്റെ പ്രസവം കാണിച്ച വ്ളോഗിൽ എനിക്ക് പലതും പറയാൻ സാധിച്ചിട്ടില്ല. അന്ന് ഞാനത് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ലായിരുന്നു. എനിക്ക് ഇപ്പോൾ ആ ദിവസത്തെക്കുറിച്ച് വിവരിക്കാൻ സാധിക്കും, എനിക്കത് പറയാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് എല്ലാവരോടും തുറന്നു പറയാൻ തയ്യാറായിരിക്കുകയാണ്. നിങ്ങൾ അന്ന് എന്നോട് ചോദിച്ച പല കാര്യമുണ്ട്, പ്രധാനമായി വജൈനൽ സ്റ്റിച്ചിനെക്കുറിച്ച്. സ്റ്റിച്ചിൻ്റെ കാര്യം ഞാൻ അറിഞ്ഞിട്ടേ ഇല്ലായിരുന്നു. വീട്ടിലെത്തുന്നത് വരെ ഞാൻ അറിഞ്ഞിട്ടില്ല. എന്നാൽ വീട്ടിലെത്തി കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒരു മുൾക്കിരീടത്തിൻ്റെ മുകളിൽ കയറി ഇരിക്കുന്നത് പോലെയായിരുന്നു എനിക്ക്. അത്രമാത്രം വേദനയായിരുന്നു. ശരിക്കും അങ്ങനെ തന്നെ പറയാം, ഒരു മുൾക്കിരീടമെന്ന്. അമ്മയ്ക്കും അച്ഛനും ഒക്കെ ആ വേദനയെക്കുറിച്ച് അറിയാമായിരുന്നു. എനിക്ക് അത് കാണാനേ പറ്റുന്നില്ലായിരുന്നു. പിന്നീടായപ്പോഴാണ് ഞാനതിൻ്റെ ആഘാതം മനസ്സിലാക്കിയത്. 5 വലിയ സ്റ്റിച്ചുകളായിരുന്നു, നല്ല നീളത്തിനുള്ള മുറിവുകൾ പോലെ. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തതും അതുപോലെ ഏറ്റവും കൂടുതൽ എന്നെ സങ്കടപ്പെടുത്തിയതും അതുതന്നെയായിരുന്നു. എപ്പിഡ്യൂറൽ എടുത്തതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മരുന്നിൻ്റെ സൈഡ് എഫക്റ്റോ അനസ്തീഷ്യയോ കാരണമായിരിക്കാം എനിക്ക് ആ സമയത്ത് വേദന തോന്നാത്തത്. ഇത്രയും വലിയ സ്റ്റിച്ച് ഇട്ടതെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഞാൻ കുഞ്ഞു വന്നതിൻ്റെ സന്തോഷത്തിലും മയക്കത്തിലും ഒരു ക്ഷീണത്തിലുമായിരുന്നു. ഇത്രയും വലിയ സ്റ്റിച്ചായിരുന്നു ഇട്ടതെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ അപ്പോഴേ എനിക്ക് ഭയമായേനെ. അല്ലായിരുന്നെങ്കിൽ ഞാൻ സ്റ്റിച്ചിടാൻ സമ്മതിക്കില്ലായിരുന്നു. ഒരു സമയം വരെയും എനിക്ക് തോന്നിയത് എനിക്ക് സ്റ്റിച്ചൊന്നും ഇട്ടിട്ടില്ലായിരുന്നു എന്ന് തന്നെയാണ്. അങ്ങനെയായിരുന്നു ഞാൻ ആശ്വസിച്ചിരുന്നത്. എന്നാൽ വീട്ടിലെത്തിയതിന് ശേഷം വേദന വർദ്ധിച്ചു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പിന്നീട് ട്രീറ്റ്മെൻറ്റൊക്കെ തുടങ്ങിയതിന് ശേഷം ഇപ്പോൾ ആശ്വാസമുണ്ട്. കഴിഞ്ഞ 28 ദിവസമായി തന്നെ എനിക്ക് പീരിയഡ്സ് നിന്നിട്ടില്ല. ഇപ്പോഴൊന്ന് നിന്ന് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ചില മാറ്റങ്ങളാണ് എനിക്ക് പറയാനുള്ളത് എന്ന് ദിയ പറയുന്നു. എല്ലാവരും ഇതൊക്കെയാണ് ചോദിച്ചെത്തുന്നത്. അവർക്കെല്ലാം കൂടുതൽ അറിവിനായിരിക്കാം. അവർ ഇനി ഗർഭിണിയാകാൻ പോകുന്നവരായിരിക്കാം, അല്ലെങ്കിൽ അമ്മയാകാൻ ഒരുങ്ങുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഉടൻ പ്രസവിക്കാൻ പോകുന്നവരായിരിക്കാം. എല്ലാവർക്കും എൻ്റെ കാര്യവും എൻ്റെ അഭിപ്രായവും അറിയണം. എപ്പിഡ്യൂറലിനെ കുറിച്ചാണ് എല്ലാവർക്കും അറിയേണ്ടത്. എന്തിനാണ് അത് എടുക്കുന്നതെന്നും എന്തൊക്കെയാണ് ഉപയോഗമെന്നും. എന്നെപ്പോലെ ഒട്ടും വേദന സഹിക്കാൻ പറ്റാത്തവരെയൊക്കെ തന്നെ ഞാനതെടുക്കാൻ നിർബന്ധിക്കും. കാരണം അത് നിങ്ങളെ ഒരുപാട് സഹായിക്കും. എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പക്ഷേ പലരുടെയും ബോഡിയിൽ പല രീതിയിലാണ് അത് വരുന്നത് എന്നാണ് പലരും പറയുന്നത്. ചിലർക്കത് എടുത്താലും വേദന വരുമെന്നൊക്കെ പറയുന്നു. എനിക്ക് അതിനെപ്പറ്റി അറിയില്ല എന്നും ദിയ കൃഷ്ണ പറയുന്നുണ്ട്. ദിയയുടെ വീഡിയോ തന്നെയാണ് ഇത്തരത്തിൽ സത്യം എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് എത്തുന്നത്. ദിയയുടെ വീഡിയോയിൽ സത്യസന്ധത മാത്രമാണ് തെളിയിക്കുന്നതെന്നും പ്രേക്ഷകർ തന്നെ അഭിപ്രായപ്പെടുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.